നമസ്കാരം. നമ്മുടെ ഈ സമൂഹത്തിൽ മതത്തിന്റെ പേര് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്ന ചില ഇഴജന്തുക്കൾക്ക് അപ്പ നമ്മൾ മറുപടി കൊടുത്തിരിക്കണം. അവരുടെ വായടപ്പിച്ചേക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്ന വിഷം സാധാരണക്കാരുടെ ഉള്ളിലും കൂടി നിറയും. ഇത്തരം ജന്തുക്കള് വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും വീണ് കിട്ടാൻ. എന്തെങ്കിലും ഒരു അറ്റോ മുറിയോ വീണ് കിട്ടിയാൽ മതി, മതത്തിന്റെ പേര് വേണമെന്നേ ഉള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വാലെ പിടിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കിക്കൊള്ളും. എന്നിട്ട് ജനങ്ങളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്തൊരു ഡ്രിഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തെല്ലിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഒന്നിച്ചു പോകുന്ന ഒരു സമൂഹത്തെ വിഭജിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ വന്നിട്ടുള്ള വിവാദങ്ങൾ നിങ്ങൾ കണ്ടേ ആയിരിക്കും. ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് അവരെ വിവാദത്തിലേക്ക് വലിച്ചിട്ടതാണ്. അത് കേൾക്കുന്ന മനസ്സിൽ ഭക്തിയുള്ള വിശ്വാസമുള്ള ആർക്കും മനസ്സിലാകും. അവര് കോട്ടയം വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് പോയി. ആ ഒരു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി. അവിടെ ചെന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്താണ് ഒരു പള്ളിയുള്ളത്, ഒരു ക്രിസ്ത്യൻ പള്ളിയുള്ളത്. അപ്പൊ ആ നാട്ടുകാര് ഒന്നിച്ച് മതസൗഹാർദ്ദത്തോടു കൂടി താമസിക്കുന്ന ഒരു സ്ഥലം. അവിടുത്തെ പള്ളിയുടെ പരിപാടിക്കാണെങ്കിലും അമ്പലത്തിന്റെ പരിപാടിക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. മതം നോക്കാതെ സഹകരിക്കുന്ന ഒരു നാട്ടുകാര്. അപ്പൊ ആ അമ്പലത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച മറ്റു മതസ്ഥർക്ക് അല്ലെങ്കിൽ ആ പള്ളിയിലുള്ള ആൾക്കാർക്ക് ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടി. ഹിന്ദു ഭക്തിഗാനം പാടുന്നതിനോടൊപ്പം ഒരു ക്രിസ്തീയ ഭക്തിഗാനവും പാടി. അതിന്റെ എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട് നന്ദഗോവിന്ദം ഭജൻസ്. ഇതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അവരിട്ട കുറിപ്പാണ്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ സമ്മതത്തോടു കൂടിയിട്ടും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് അവർ അങ്ങനെ ഒരു പാട്ട് പാടിയത്. അങ്ങനെ ഒരു പാട്ട് പാടിയപ്പോഴേക്കും നമ്മുടെ വിശകലയെ പോലെയുള്ള ആൾക്കാർക്ക് കുരുപൊട്ടി. അത് സംഘികൾക്ക് കുരുപൊട്ടി, ചില സംഘികൾക്ക്. കാരണം അവരുടെ കുത്തക അവകാശമാണല്ലോ. ഇവർ സംഘികളാണ്. നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയുന്നത് സംഘികളുടെ പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ, സംഘികളുടെ പരിപാടിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം ഇവർ തീരെഴുതി കൊടുത്തേക്കുവാണല്ലോ. അപ്പോൾ അവർക്ക് കുരുപൊട്ടി. ഉടനെ പായസത്തിൽ ചിക്കൻ മസാല കലർത്തരുത്, വാണിംഗ് കൊടുക്കുവാണ്. പായസത്തിൽ ചിക്കൻ മസാല കലർത്തരുത്, ചിക്കൻ മസാല നല്ലതാണ്. പിന്നെ വേറൊരു വാണിംഗ് ഉണ്ട്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. എന്തോന്നടേ ഇതൊക്കെ? അപ്പം ഇവർ നോക്കിയത് എന്താണ്? അനാവശ്യമായിട്ട് ആ ജനങ്ങളുടെ ഉള്ളിലും കൂടി ഒരു പ്രശ്നമുണ്ടാക്കുകയല്ലേ. നിങ്ങൾ ആ പരിപാടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ ആ പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പൂർണ്ണ കയ്യടിയോട് കൂടിയിട്ടാണ് അവർ ആ പാട്ടിനെ വരവേൽക്കുന്നത്. നമ്മൾക്ക് നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടിയിട്ട് കാണുന്നവർക്ക് ഭക്തി മാത്രമേ അവിടെ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. വിശ്വാസവും ഭക്തിയും സ്നേഹവും ആദരവും ഒക്കെ തോന്നേണ്ടിടത്ത് മനസ്സിൽ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള വേർതിരിവുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് നല്ല മറുപടി ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ തന്നെ കൊടുത്തു. ക്ഷേത്ര കമ്മിറ്റിക്കാർ പറഞ്ഞു ഞങ്ങളുടെ അറിവോട് കൂടിയിട്ടാണ് എന്ന്. ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടിട്ട് വരാം. പാടിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിൽ വിവാദം തുടരുകയാണ്. അതിനിടയ്ക്ക് പാട്ടുകാരെ പിന്തുണച്ചിരിക്കുന്നു ക്ഷേത്ര കമ്മിറ്റി. ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിൽ ഒരു തെറ്റുമില്ലെന്ന് നട്ടാശ്ശേരി വെമ്പിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി പറയുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ജീവിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള വിവാദം ഇളക്കിവിട്ട് നിലവിലെ അവസ്ഥയെ തകർക്കരുതെന്നും ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ബിദിൻ ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിദിൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സമൂഹ മാധ്യമത്തിൽ ചേരിതിരിഞ്ഞ് ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ്. അതിലാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളിൽ അവിടെ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചത് തെറ്റില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നു. രജനി, കഴിഞ്ഞ ദിവസമാണ് വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നത്. അവരുടെ സ്വന്തം സ്ഥലം കൂടിയാണ്. അവർ ഈ പറയുന്ന രീതിയിൽ ഭജൻസൊക്കെ തുടങ്ങിയ സ്ഥലവും അവർ വളർന്നു വന്ന സ്ഥലമൊക്കെയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു അടുപ്പമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു മതസൗഹാർദ്ദപരമായി കാര്യങ്ങളും ഉത്സവങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആ പരിപാടിയിൽ പാടിയതിന് പിന്നാലെ വലിയ തരത്തിലേക്കുള്ള വിവാദ വിമർശനങ്ങൾ ചില ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ, പ്രത്യേകിച്ച് കെ ശശികല അടക്കമുള്ള ആളുകൾ എല്ലാം ചേർന്നുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു. പല ഹൈന്ദവ സംഘടനാ നേതാക്കളും ഇവരെ പരസ്യമായ രീതിയിൽ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കും സമൂഹ മാധ്യമങ്ങളിലും പല പോസ്റ്റുകളും പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ പ്രദേശത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികളും ഒപ്പം മറ്റു മതവിശ്വാസികളും എല്ലാം ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം അവിടെ ആലപിച്ചതിൽ തെറ്റില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേട്ടല്ലോ. ഏതായാലും ഈ വിവാദത്തിനോട് ക്ഷേത്ര കമ്മിറ്റിക്കാർ ഡയറക്റ്റ് ആയിട്ട് പ്രതികരിച്ചത് നന്നായി. അതുകൊണ്ട് ചില ജന്തുക്കളുടെയൊക്കെ വായങ്ങ് അടയ്ക്കുമല്ലോ. ഇവരുടെയൊക്കെ വിചാരം ഇപ്പം ഈ നന്ദഗോവിന്ദം ഭജൻസ് അവര് അമ്പലങ്ങളിലൊക്കെ പോകുന്നു, അവർ ഭജൻസ് അവതരിപ്പിക്കുന്നു, ഭജന അവതരിപ്പിക്കുന്നു എന്ന് വെച്ചിട്ട് അവർ ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നൊന്നും നിർബന്ധമില്ല. അവർക്ക് ചെയ്യാം. മാത്രമല്ല ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു.
ഈ ക്ഷേത്ര പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ആ പാസ് എല്ലായിടത്തും കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നത്. അവിടെയുള്ള പരിസരത്തുള്ള എല്ലാ വീടുകളിലും എത്തിച്ചു. അവിടെ മതമൊന്നും നോക്കിയില്ല. ആ പരിപാടിയിലും പങ്കെടുക്കുന്നവർ മതമൊന്നും നോക്കിയില്ല. എല്ലാ മതസ്ഥരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം കോട്ടയമല്ലേ, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ആരായാലും അവിടെ നിന്ന് വരും കേൾക്കാൻ. ഇപ്പൊ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് മതം ഒന്നും നോക്കാറില്ല, സംഗീതം ഇഷ്ടപ്പെടുന്നവർ മതം നോക്കാറില്ല. നല്ല സംഗീതമാണോ, നല്ല പാട്ടാണോ, ആസ്വദിക്കാൻ പറ്റുന്നതാണോ, അതേ നമ്മൾ നോക്കാറുള്ളൂ. അതിപ്പോ ശിവനെ പറ്റിയിട്ടുള്ള പാട്ടാണോ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയിട്ടുള്ള പാട്ടാണോ, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള പാട്ടാണോ എന്ന് നമ്മൾ നോക്കാറില്ല. ആരെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടാണെന്നുണ്ടെങ്കിലും അത് സംഗീതമാണോ, ശുദ്ധ സംഗീതമാണോ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്നുണ്ടോ, നമ്മൾ കേൾക്കും. സത്യമല്ലേ? ഇപ്പം ഓണത്തിന് മാവേലി നാടുവാണു എന്ന പാട്ട് പാടുന്ന അതേ ആൾക്കാർ തന്നെ ക്രിസ്മസിന് യേശുക്രിസ്തുവിനെ പുകഴ്ത്തുന്ന പാട്ട് പാടാറുണ്ട്. അതേപോലെ തന്നെയാണ് പെരുന്നാളിനും. നല്ല സംഗീതമാണോ, നല്ല കേൾക്കാൻ മനസ്സിന് സുഖമുണ്ടോ, എല്ലാം ആസ്വദിക്കും ആൾക്കാർ. അവിടെ മതം നോക്കി അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ് ആദ്യം പറഞ്ഞത്, സംഗീതത്തിന് മതമില്ല, പാട്ടിൽ മതമില്ല, കലയിൽ മതമില്ല. അപ്പം അവിടെയും മതം കുത്തിത്തിരുകി, എല്ലായിടത്തും മതം കുത്തിത്തിരുകി അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു, ആ അമ്പലത്തിന് തൊട്ടപ്പുറത്തായിട്ടൊരു പള്ളിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നാട്, മനുഷ്യന്മാരുടെ ഇടയിൽ മതേതരത്വം അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നിൽക്കുന്ന ഒരു നാട്. ആ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു പരിപാടിയിൽ സഹകരിക്കുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യന്മാരുടെ ഇടയിലും കൂടി ആവശ്യമില്ലാത്തൊരു കുത്തിത്തിരിപ്പല്ലിയോ ഉണ്ടാക്കിയത്. ഇത് കേട്ട ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും തോന്നി കാണത്തില്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിപാടിക്കെല്ലാം സഹകരിച്ചു, അവിടെ ഒരു പാട്ട് പാടിയപ്പോഴേക്കും ചില സംഘികൾക്ക് കുരു പൊട്ടി എന്ന് ചിന്തിക്കത്തില്ലയോ? ആ ഒരു ചിന്ത മതി, അതിലെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് തോന്നിയാൽ മതി, പിന്നെ മറ്റുള്ളവരിലേക്കും അത് വ്യാപിക്കും. ഇപ്പം മനസ്സിലായില്ലേ? ഇതാണ് പലരുടെയും ലക്ഷ്യം. ഈ ഒരു മെത്തേഡാണ് ഇത്തരം ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഇങ്ങനെ പോകുന്നത്. മനസ്സിൽ ആവശ്യമില്ലാത്തൊരു വേർതിരിവിൻ്റെ വിത്ത് പാകും. ആ വിത്ത് അവിടെ കിടന്ന് മുളച്ച് അത് വലിയ മരമാകുമ്പോഴേക്കും ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയിട്ടുണ്ടാകും, തെറ്റിയിട്ടുണ്ടാകും. ഒരുമിച്ച് ഉണ്ടു ഉറങ്ങി നടന്നിരുന്ന ആൾക്കാർ പിന്നെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാത്തവരായിട്ട് മാറും. എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ. അത്രയും നാളും തലയിലിട്ട തട്ടത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ കഴുത്തിലിട്ട കുരിശിൻ്റെ കാര്യമോ ഒന്നും ആൾക്കാർ നോക്കിയിട്ടുണ്ടാവത്തില്ല. പക്ഷേ എപ്പോഴാണോ ഈ മതത്തിൻ്റെ വേർതിരിവിൻ്റെ വിത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത്, മുളച്ചു തുടങ്ങുന്നത്, അന്ന് മുതൽ ആൾക്കാർ നോക്കാൻ തുടങ്ങും, വ്യത്യസ്തത കാണാൻ വേണ്ടി തുടങ്ങും. ഓ, ഇവൻ എന്നിൽ നിന്ന് വ്യത്യസ്തനാണല്ലോ, അല്ല ഞാനും ഇവനും ഒരേ മനുഷ്യ കുലത്തിൽ പിറന്നവരാണല്ലോ എന്ന് ചിന്തിക്കത്തില്ല. അപ്പോഴേക്കും വ്യത്യസ്തത കാണാൻ തുടങ്ങും. ഞാനും ഇവനും വേറെയാണ്, ഇവൻ വേറെ ഞാൻ വേറെ, ആ രീതിയിലേക്ക് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. വിശ്വാസം നമ്മുടെ എല്ലാം ഭാഗമാണ്, മനുഷ്യന്മാരുടെ ഭാഗമാണ്. മതങ്ങളും അതേപോലെ തന്നെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഒന്നാണ്, മനുഷ്യന്മാരാണ്. ആ ഒരു തോന്നലാണ് നമ്മളുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്ത് ഉണ്ടാവേണ്ടത്. ആ തോന്നലിനെ ഇല്ലാതെയാക്കാനാണ് ഇത്തരം വിഷജന്തുക്കൾ ശ്രമിക്കുന്നത്. അത്തരം വിഷജന്തുക്കളെ തിരിച്ചറിയുക, അവർക്ക് അപ്പം മറുപടി കൊടുത്തേക്കുക.